ഒരു രോഗത്തിൽ നിന്നും എങ്ങനെ റിക്കവർ ചെയ്യാൻ കഴിയും എന്നാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രാർത്ഥനയിലൂടെ ഒരു രോഗത്തിൽ നിന്നും എങ്ങനെ റിക്കവർ ചെയ്യാൻ കഴിയുമെന്ന്. എന്നാൽ രണ്ടാമത്തെ എപ്പിസോഡിൽ പ്രാർത്ഥന ടൂൾസുകളെ പറ്റിയാണ് ഞാൻ കൂടുതലും പറഞ്ഞത്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടർച്ച തന്നെയാണ്. അതായത് ദൈവത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ രോഗത്തെ എങ്ങനെ സമർപ്പിക്കാം എന്നാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടർച്ചയായിട്ട് കിട്ടുന്ന ക്ലാസ് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അതായത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതാണല്ലോ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി നമ്മൾ ഏറ്റവും അധികം ഔന്നത്യത്തിലിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുക. അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിൽ നമ്മൾക്ക് നമ്മുടെ സ്വപ്നങ്ങളെ പറ്റിയും മോഹങ്ങളെ പറ്റിയും വേദനകളെ പറ്റിയും ആവശ്യങ്ങളെ പറ്റിയും പ്രശ്നങ്ങളെ പറ്റിയും എല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമ്മൾക്ക് കഴിയും. അതായത് എല്ലാറ്റിനും വേണ്ട ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അപേക്ഷിക്കുകയാണ്, യാചിക്കുകയാണ്. ഇങ്ങനെ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ അലിഞ്ഞു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആ നിമിഷത്തിലാണ് നമ്മുടെ രോഗത്തെ നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രശസ്ത ഡോക്ടറായ പാർക്കർ പറയുന്നത് സമർപ്പണ മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കണമെന്നാണ്. തുടർച്ചയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ആ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ തിന്മ മനസ്സിൽ നിറച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തിന്മയായിരിക്കും ഫലം. എന്നാൽ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നന്മയായിരിക്കും ഫലം. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തായിത്തീരാൻ ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതായത് നമുക്കിപ്പോൾ രോഗം മാറണം എന്നാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമായാലും അതൊരു ഭാവനാ ചിത്രമായിട്ട് മനസ്സിൽ കാണണം. അതായത് ആ രോഗം മാറിയതായും നമ്മൾക്ക് ആ കാര്യം ലഭിച്ചതായും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം, നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ട് വേണം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്നത്. അതായത് നാം എന്തായിട്ട് മാറുന്നുവോ അതിൻ്റെ ഒരു ഭാവനാ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്നത്. അതായത് ഈ ഭാവനാ ചിത്രത്തെയാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് നയിക്കാനും ഫലപ്രാപ്തിയിലെത്താനും കഴിയുകയുള്ളൂ.